ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ചാണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ് ബൈബാക്ക്? നമുക്കറിയാം, ഒരു കമ്പനി തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിനെ, ഇക്വിറ്റി ഷെയർസിനെ ആ കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൈയിങ് ബാക്ക് ഓർ ബൈബാക്ക്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ തിരിച്ചു വാങ്ങിക്കാൻ സാധിക്കുമോ? അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ കമ്പനീസ് ആക്റ്റിലുണ്ടോ? അപ്പോൾ നേരത്തെ 1999 മുമ്പ് വരെ കമ്പനീസ് ആക്റ്റിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഇക്വിറ്റി ഷെയർ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ അത് തിരിച്ചു കൊടുക്കാറുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഷെയർ ക്യാപിറ്റലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നുള്ളത്. പക്ഷേ 1999 കമ്പനീസ് ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരികയും അതിൻ്റെ ഫലമായി ബൈയിങ് ബാക്കിനുള്ള ഒരു കമ്പനിക്ക് തന്നെ അവരുടെ തന്നെ ആയിട്ടുള്ള ഷെയർസിന്, ഇക്വിറ്റി ഷെയർസിന് തിരിച്ചു വാങ്ങിക്കുന്നതിന്, ചില കണ്ടീഷൻസോടുകൂടി തിരിച്ചു വാങ്ങിക്കുന്നതിന് അനുമതി ലഭിക്കേണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈബാക്ക് ഓഫ് ഷെയർസ് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴെല്ലാം ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ്? മീനിങ് ഓഫ് ബൈബാക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അല്ലേ? എന്താണ് കമ്പനി ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ മീനിങ്? പിന്നെ കമ്പനി വാണ്ട്സ് ടു ബൈ ഇറ്റ്സ് ഓൺ സ്റ്റോക്ക് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് ഈസ് നോൺ ആസ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഒരു കമ്പനി അവരുടെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ആ കമ്പനിയുടെ തന്നെ ഷെയർസിനെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് buyback. So buyback is a method of cancellation of share capital. അങ്ങനെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് അതേ കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ എന്താ അതിന് പറയുക, അല്ലേ? അത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. എന്താണ് ക്യാൻസലേഷൻ? ഷെയർ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെയുള്ള ഷെയർ ക്യാപിറ്റൽ എന്താവും? റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ കുറച്ച് ഷെയർ തിരിച്ചു തിരിച്ചു വാങ്ങിക്കുന്ന ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്നു. അതോടുകൂടി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഷെയർസിൻ്റെ എണ്ണവും ഒക്കെ എന്താവും? കുറയും, അല്ലേ? ഇതാണ് ബൈബാക്കിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നാച്ചുറലി ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യേണ്ടത്? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, അല്ലേ? സോ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്? അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ഇൻക്രീസ് ദി EPS of the share bought back. Okay, increase the EPS വർദ്ധിപ്പിക്കുക. അപ്പോൾ കമ്പനിയുടെ ഒരു ഉദ്ദേശമായിരിക്കാം. എന്താണ് ഏർണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ EPS സ്റ്റാൻഡ്സ് ഫോർ ഏർണിങ്സ് പെർ ഷെയർ, അല്ലേ? എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? ഏർണിങ്സ് പെർ ഷെയർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഓർ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു equity shareholders divided by number of equity shares outstanding. അപ്പോൾ ഇതിൽ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ, അല്ലേ? ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഉണ്ട്, അല്ലേ? ഇതാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ EPS ഏർണിങ്സ് പെർ ഷെയർ എപ്പോഴാണ് വർദ്ധിക്കുക? രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, അല്ലേ? ഒന്നുകിൽ വളരെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം, ഓക്കെ, അപ്പോൾ നമ്മൾ EPS വർദ്ധിക്കും. അല്ലെങ്കിലോ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം എന്ത് ചെയ്യണം? കുറയണം. അപ്പോഴും എന്ത് ചെയ്യും? നിലവിലുള്ള കുറച്ച് പ്രോഫിറ്റിൽ കുറച്ച് ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ EPS വീണ്ടും വർദ്ധിക്കും. ഓക്കെ, ഇങ്ങനെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ലാഭക്ഷമതയെ കാണിക്കുന്ന, ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും നോക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു കീ പോയിൻ്റാണ്, ഒരു കീ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കമ്പനികൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുന്നു. എന്താണത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് റെഡ്യൂസ് ചെയ്യുക, ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി കമ്പനികൾ എന്ത് ചെയ്യുന്നു? അവർ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിനെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? തിരിച്ച് വാങ്ങിക്കുന്നു. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്, ടു ഇൻക്രീസ് ദി EPS. നമ്പർ 2, ടു ഇൻക്രീസ് ഇൻ ദി പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഓഫ് ദ കമ്പനി, അല്ലേ? പ്രൊമോട്ടേഴ്സ് മാർജിൻ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്. ആരാണ് പ്രൊമോട്ടേഴ്സ്? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ, ആ സ്റ്റേജിൽ, ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജിൽ പ്രവർത്തിച്ചിരിക്കുന്ന
ആളുകളെയാണ് നമ്മളെന്ത് പറയുക, പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അവരാണ് കമ്പനി ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആദ്യത്തെ മെമ്പേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സിന് ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവും അല്ലേ, ബാക്കി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രപ്പോർഷൻ കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, പബ്ലിക്കിൻ്റെ കൈവശമുള്ള ഷെയർസിൻ്റെ എണ്ണം കുറയണം അല്ലേ. അപ്പോൾ ആകെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഷെയർസിൽ ഇത്ര ശതമാനം പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നിലവിൽ 50% ആണെന്ന് വിചാരിക്കുക. 50% ഓഫ് ദി ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ബിലോങ്സ് ടു പ്രൊമോട്ടേഴ്സ്. ദെൻ അതെങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും 50% എന്നുള്ളത്? അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് എന്ത്, ബൈബാക്ക് ചെയ്യുക. അപ്പോൾ അനദർ 50% പബ്ലിക്കിനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 10% ഷെയർസ് തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 10% പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷെയർസിൽ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, 50%-ത്തേക്കാളും കൂടുതലായിട്ട് മാറും അല്ലേ. ഇങ്ങനെ പ്രൊമോട്ടേഴ്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പ്രപ്പോർഷൻ, അവരുടെ ഹോൾഡിങ്ങിൻ്റെ പ്രപ്പോർഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബാക്ക് ചെയ്യാറുണ്ട്. ദെൻ മൂന്നാമത്തത് എന്താ, ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. എങ്ങനെ ചെയ്യാറുണ്ട്, ബൈബാക്ക് ചെയ്യാറുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡിക്രീസിങ് ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ കമ്പനി എന്ത് ചെയ്യുന്നു, വളരെ കൂടുതലായിട്ടുള്ളൊരു പ്രൈസിന് ബൈബാക്ക് ഓഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും, നോർമലി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു സെൻറ്റിമെൻറ്റ്സിൽ മാറ്റം വരും അല്ലേ. മാർക്കറ്റിലുള്ള പ്രൈസ് എന്ത് ചെയ്യും, ചേഞ്ച് ആവും, അപ്പാവും അല്ലെ ഇൻക്രീസ്ഡ് ആവും. ക്ലിയർ? അപ്പോൾ എത്ര വിലയ്ക്കാണോ ബൈബാക്ക് ചെയ്യുന്നത് അതിനോട് ഏകദേശം അടുത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് ആ എമൗണ്ട് തന്നെയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത രീതിയിലേക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ്ഡ് ആവും. ക്ലിയർ? ഇങ്ങനെ മാർക്കറ്റിൽ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ബൈബാക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ, നേരത്തേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിൽ ഒരു സ്ലോ ഡൗൺ ഒക്കെ വരികയും ഷെയർസിൻ്റെ പ്രൈസൊക്കെ കുറഞ്ഞു വരികയും ചെയ്ത സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, RIL, അവരെന്ത് ചെയ്തു, അവരുടെ ഷെയർസിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ദേ ഹാവ് ഓഫേർഡ് ബൈബാക്ക്. ഓക്കെ, അന്ന് റിലയൻസിൻ്റെ ഷെയർസ് 600 രൂപ 650 രൂപയ്ക്ക് താഴെയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നോർമലി അതിന് കുറച്ച് പീരീഡ് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ വില 750 രൂപ ഒക്കെ ആയിരുന്നു. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു, 780 രൂപയ്ക്ക് എന്തോ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, സോ നോർമലി എന്ത് ചെയ്തു, എന്ത് സംഭവിച്ചു, ബൈബാക്ക് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് മൂമെൻറ്റിൽ തന്നെ ഷെയറിൻ്റെ പ്രൈസ് കൂടാൻ തുടങ്ങി. ക്ലിയർ? അത് 750-760 റേഞ്ചിലേക്ക് വീണ്ടും സെറ്റിൽഡായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷെയർ പ്രൈസസ് മാർക്കറ്റിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ബൈബാക്ക് ചെയ്യാറുണ്ട്, കമ്പനികൾ ചെയ്യും. ദെൻ സെൻഡ് എ സ്ട്രോങ് സിഗ്നൽ ടു ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ഇൻവെസ്റ്റേഴ്സ് അല്ലെ, ജനറൽ പബ്ലിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഒരു പക്ഷേ അറിയണമെന്നില്ല അല്ലേ. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ സസ്പീഷ്യസ് ആവാം. അപ്പോൾ അവർക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണെന്ന് തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ നല്ലതാണെന്ന് അറിയിക്കുന്നതിന് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ബൈബാക്ക് ചെയ്യാറുണ്ട്. എന്താ കാരണം, ബൈബാക്കിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ബൈബാക്ക് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം, നല്ലൊരു റിസർവിൻ്റെ പൊസിഷൻ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റിസർവ് പൊസിഷനുള്ള, ലിക്വിഡിറ്റി പൊസിഷൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള, ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാർജിനിൽ നിൽക്കുന്ന, ഓക്കെ, അങ്ങനെ ഒട്ടനവധി കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലേ ബൈബാക്ക് സാധ്യമാവുള്ളൂ. അപ്പം അങ്ങനെ ആവുമ്പോൾ റിസർവ്സും സർപ്ലസും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഉണ്ട് എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യും, കമ്പനികൾ ബൈബാക്ക് ചെയ്യുന്നു. അതെ അല്ലേ. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വിചാരിക്കും ഇൻവെസ്റ്റേഴ്സ്, ഓക്കെ, ദാറ്റ് കമ്പനി ഈസ് ഹാവിങ് good liquidity position, is having good cash flow ability, having good solvency position, having good profitability, has abundance of reserves in their hand. കാരണം കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ റിസർവ്സിൻ്റെ 25% വരെ ഉപയോഗിച്ചിട്ടേ എന്ത് വാങ്ങിക്കാൻ പറ്റൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ള 75% കമ്പനിയിലുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വലിയൊരു റിസർവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പനികൾക്കേ ബൈബാക്ക് സാധ്യതയുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ, so it is an indication of company's financial position. So in order to show to the investors that the company is financially sound, sometimes companies may go for buyback. Okay, so that is the another object. Next one, send a strong signal to the investors of the company's financial position. Okay, that we have discussed.
Next, what is next one? That is help the company to distribute its surplus cash among investors. Okay, ഇപ്പോൾ കമ്പനി കുറേ വർഷത്തിൽ ലാഭമൊക്കെ ഉണ്ടാക്കി കുറേയധികം ക്യാഷ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ക്യാഷ് ഡിപ്പോസിറ്റ്സ് കമ്പനിക്ക് വളരെ കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ക്യാഷ് സർപ്ലസ് കമ്പനിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് ബാലൻസ് ഒക്കെ കഴിച്ചിട്ടും വളരെ കൂടുതൽ ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ അല്ലേ, അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? അത് ഈ സർപ്ലസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ബൈബാക്ക് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്യാഷ് സർപ്ലസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പകരം അവരുടെ കൈവശമുള്ള ഷെയർസിന് വാങ്ങിക്കുന്നു. ഇങ്ങനെ ക്യാഷ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബൈബാക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ടു ആൾട്ടർ ദി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെ ഡെപ്റ്റ് ഇക്വിറ്റിയുടെ പ്രപ്പോർഷനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ലിവറേജ് ഒക്കെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടും, ലിവറേജിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ബൈബാക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. സോ ദീസ് ആർ ഓൾ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ആൻഡ് വാട്ട് ആർ ദി ക്രൈറ്റീരിയ ഓഫ് ബൈബാക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇൻ ഓർഡർ ടു മേക്ക് ബൈബാക്ക് beneficial, the company may undertake buyback after meeting the following criteria. Number 1, the company has exhausted all avenues of fresh investment or outlay in the near future. എപ്പോഴാണ് ബൈബാക്ക് ചെയ്യേണ്ടത്? കമ്പനിക്ക് അവരുടെ കൈവശമുള്ള സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവന്യൂസ് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഫണ്ട് വെറുതെ ഇരിക്കേണ്ടെന്ന് വെച്ച് ബൈബാക്ക് ചെയ്യാം. ദെൻ നമ്പർ 2, ബൈബാക്ക് ക്യാൻ ബി അണ്ടർടേക്കൺ വിത്തൗട്ട് ജിയോപാഡൈസിങ് ദി ലെൻഡേഴ്സ് റിസ്ക്. ലെൻഡർ ആരാണ്? കമ്പനിക്ക് കടം നൽകിയിരിക്കുന്ന വ്യക്തികൾ അല്ലേ. അപ്പോൾ കമ്പനി ബോറോ ചെയ്തിട്ടുണ്ടാവും, കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ കമ്പനിക്ക് ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലെൻഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ജിയോപാഡൈസിങ് ചെയ്യാത്ത രീതിയിൽ, അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അവരുടെ ഇൻട്രസ്റ്റിനെ ഹനിക്കാത്ത രീതിയിൽ വേണം ബൈബാക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താവും? ദേ വിൽ ഗോ ഫോർ സ്യൂട്ട് അല്ലേ, അവർ കേസിന് പോകും അല്ലേ, അല്ലെങ്കിൽ അവരത് അവരുടെ ക്യാപിറ്റൽ തിരിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി സൈറ്റിലൊക്കെ വെച്ചിരിക്കുന്നത് ബൈബാക്ക് കഴിഞ്ഞാലും കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല എന്നൊക്കെ ഓപ്ഷൻ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് കൂടുതൽ ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മാക്സിമം ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലിൽ നിന്ന് 25% ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ് റിസർവ്. ഓക്കെ, അപ്പോൾ 25% മാത്രമേ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ the company enjoys a return on capital employed which is significantly higher than the normal cost of borrowing. അതുപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം? കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിനേക്കാളും അല്ലേ ഒരു ഹയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ റിട്ടേൺ അല്ലേ, ആ റിട്ടേൺ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ബോറോയിങ്ങിൻ്റെ റേറ്റ് 10% ആണെങ്കിൽ കമ്പനിക്ക് 15%, 20% റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുണ്ടാവണം. അപ്പോഴേ എന്തിനുള്ള മീനിങ് ഉള്ളൂ? കമ്പനി അവരുടെ ക്യാഷ് സർപ്ലസ് ക്യാഷ് ഉപയോഗിച്ച് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാലും കമ്പനിക്ക് പൈസ പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ ലോൺ എടുക്കാനോ ബോറോ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അവർക്ക് ഫണ്ട് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറഞ്ഞ രീതിയിൽ ഡെപ്റ്റ് അവൈലബിൾ ആണെങ്കിലേ ബൈബാക്ക് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ, മീനിങ് ഉള്ളൂ. ഓക്കെ, ദെൻ ഫൈനലി ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനി ഷെയർ ഈസ് ഫാർ ലോവർ ദാൻ ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ. പിന്നെ എപ്പോഴാണ് ബൈബാക്ക് ചെയ്യാനുള്ള വേറെ ഒരു റാഷണൽ? So the rationale for buying back is when the market price of a company has fallen below its intrinsic value. And what is intrinsic value? Intrinsic value is the real value that is calculated by using certain formula. Here, കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കമ്പനിയുടെ നെറ്റ് അസറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, കമ്പനിയുടെ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. ഷെയർ പ്രൈസിനെ നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ എടുക്കുകയാണെങ്കിൽ, ഒരു ഷെയറിൻ്റെ വില കണക്കിലെടുക്കുകയാണെങ്കിൽ, ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റിയൽ ആയിട്ട് കമ്പനിയുടെ ഷെയറിന് എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കുന്നു. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ വളരെ കൂടുതലാണ്, പക്ഷേ മാർക്കറ്റിൽ ഷെയർ പ്രൈസ് കുറഞ്ഞു വന്നു. അപ്പോൾ മാർക്കറ്റിൽ എന്തോ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഷെയർസിന് കൂടുതൽ വിലയ്ക്ക് ബൈബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നോർമലി മാർക്കറ്റ് പ്രൈസും
ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദി rational or reasons by which a company can go for buyback. Okay, then reason for buyback എന്തൊക്കെ വേണ്ടി buyback ചെയ്യാം. So following are the major reason due to the company may go to buyback. Okay, number 1, to shrink equity base, thereby injecting more needed flexibility. അല്ല, ഇക്വിറ്റിയുടെ ബേസ് കുറയ്ക്കുക, ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു റീസൺ. പിന്നെ 2, ടു പ്രിവെൻറ്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. ഒരു കമ്പനി ഏറ്റെടുക്കാനുള്ള സാധ്യത, മാർക്കറ്റിൽ നിന്ന് ഷെയറൊക്കെ വാങ്ങിക്കൂട്ടി ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഏറ്റെടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാർക്കറ്റിൽ പബ്ലിക്കിൽ ട്രേഡിംഗ് ആയിട്ടുള്ള ഷെയർസിനെ എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്തു. അങ്ങനെയുള്ളൊരു ത്രെട്ട് ഒഴിവാക്കുന്നു. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. നെക്സ്റ്റ് 1, ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഷെയർ ഹോൾഡേഴ്സ്. അല്ലെ, നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒബ്ജക്റ്റീവിൽ പറഞ്ഞ പോലെ കമ്പനിക്ക് സർപ്ലസ് ക്യാഷ് ഒരുപാട് ഉണ്ടെങ്കിൽ, അല്ലേ, പ്രോഫിറ്റൊക്കെ കിട്ടിയ ഒരുപാട് സർപ്ലസ് അവൈലബിൾ ആണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ശതമാനം ഷെയർസ് അവരിൽ നിന്നും തിരിച്ചു വാങ്ങിക്കാം. ദെൻ ടു ഇൻക്രീസ് ദി അണ്ടർലൈങ് ഷെയർ വാല്യൂ. അല്ലേ, അവരുടെ അണ്ടർലൈങ് ഷെയർ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും ചെയ്യുന്നു. ദെൻ ടു സപ്പോർട്ട് ദി ഷെയർ പ്രൈസ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ടെമ്പററി വീക്ക്നെസ്. അല്ലേ, ചില സമയത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസസ് എന്ത് ചെയ്യാം, ടെമ്പററി വീക്ക്നെസ്സസ് വരാം. എന്താണ് ഈ ടെമ്പററി വീക്ക്നെസ്? ചിലപ്പോൾ കുറഞ്ഞു പോവാം, അല്ലേ, ഷെയർ പ്രൈസസ് കുറഞ്ഞു പോവാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലേ, അതിനെ ഇൻക്രീസിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബൈബാക്ക് ചെയ്യാം. ദെൻ ടു അച്ചീവ് ഓർ മെയിൻറ്റെയിൻ ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, നമുക്കൊരു ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെന്തുണ്ടാവും, ഇത്ര ശതമാനം ഡെപ്റ്റ്, ഇത്ര ശതമാനം പ്രിഫറൻസ്, ഇത്ര ശതമാനം ഇക്വിറ്റി എന്നൊക്കെ ഉണ്ടാവും, അല്ലേ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഇക്വിറ്റി ക്യാപിറ്റൽ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വി നീഡ് ടു റെഡ്യൂസ് ഇറ്റ് ടു ദി ടാർഗറ്റ് ലെവൽ, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി, റീസണിന് വേണ്ടിയിട്ടും ബൈബാക്ക് ചെയ്യാം. സോ ദീസ് ആർ ഓൾ ദി റീസൺസ് ഫോർ ബൈബാക്ക്. Then regulations of buyback of shares in Indian scenario. Okay, എന്തൊക്കെയാണ് ഇന്ത്യൻ സെനാരിയിലുള്ള റെഗുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള റെഗുലേഷൻസ് എന്താണ്? അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 68, അല്ലേ, എ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഔട്ട് ഓഫ്, താഴെ പറയുന്ന സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക. നമ്പർ 1, ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ്സ്, കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ റിസർവ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമ്പർ 2, ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിച്ചിട്ട് ചെയ്യാം. And number 3, out of the proceeds of the issue of any shares or other specified securities. So what is the third one? ഒരു ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട്, എന്താണ് ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി. അപ്പോൾ കമ്പനി സൈക്കിളിൽ തന്നെ പറയുന്നുണ്ട് അലൗബിൾ ആയിട്ടുള്ള, പെർമിസിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടും ബൈബാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നോ ബൈബാക്ക് ഓഫ് എനി കൈൻഡ് ഓഫ് ഷെയർസ് ഓർ അതർ സ്പെസിഫിക് സെക്യൂരിറ്റീസ് ഷാൽ ബി മെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ആൻ ഏർലിയർ ഇഷ്യൂ ഓഫ് ദ സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെയിം കൈൻഡ് ഓഫ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ അതാണ്, ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി അതേ ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർസിനെ വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അതിനെ ഒരു ഫ്രഷ് ഇഷ്യൂ ആയിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിൻ്റെ പർപ്പസ് ഇല്ല, ബൈബാക്കിന് പർപ്പസ് ഇല്ല. കാരണം ബൈബാക്കിലൂടെ ഇക്വിറ്റി ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും, നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ വീണ്ടും കൂടും, അല്ലേ. പിന്നെ ബൈബാക്കിന് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയുന്നു സെയിം ക്ലാസ് ഓഫ് ഷെയർസ് അല്ല നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിലോ കമ്പനീസ് ആക്ട് പറയുന്ന വേറൊരു സ്പെസിഫിക് സെക്യൂരിറ്റീസ് ആണ്, ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിലോ ഷെയർസിൽ ഇക്വിറ്റി ഷെയർ തന്നെ പലതരത്തിലുള്ള ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അല്ലേ. നോർമലി ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ഉണ്ട്, DVR ഷെയർസ് എന്ന് പറയും, അല്ലേ. അപ്പം ഇങ്ങനെ DVR ഷെയർ ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർ ആയി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ് സെക്യൂരിറ്റീസ് മാത്രമേ ബൈബാക്കിന് വേണ്ടി ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സോഴ്സ്. അപ്പം 3 പ്രധാനപ്പെട്ട സോഴ്സാണ് പറഞ്ഞ്. അപ്പോൾ ചില കേസ് നമ്മൾ ഇതിനെ രണ്ടായിട്ടും പറയാറുണ്ട്, എന്താണ്, ഫ്രീ റിസർവ്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, ഫ്രീ റിസർവ്സും
സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, രണ്ടും പ്രോഫിറ്റിൻ്റെ ഭാഗമെന്നുള്ള രീതിയിൽ ഒന്ന് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, വേറൊന്ന് റവന്യൂ പ്രോഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് വേറെ വേറെ ആയിട്ടും പറയാം, അല്ലെങ്കിൽ ഒന്നായിട്ടും പറയാം. ദെൻ രണ്ടാമത് എന്താ, അല്ലെങ്കിൽ നെക്സ്റ്റ് വേറെ ഒന്ന് എന്താ, പ്രൊസീഡ്സ് ഓഫ് എനി ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടും ബൈ ബാക്ക് ചെയ്യാം. സോ ദീസ് ആർ ഓൾ ദി സോഴ്സസ്. ഓക്കെ, ഇനി കമ്പനീസ് ആക്ട് അനുസരിച്ച് ബൈബാക്ക് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് കമ്പനീസ് ആക്ടിൽ പറയുന്നു. എന്തൊക്കെയാണോ അത്. സോ ഓക്കെ, നോ കമ്പനി ഷാൽ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് or other specified securities unless the buyback is authorized by its articles. അപ്പോൾ അതിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് താഴെ പറയുന്നുണ്ട് അല്ലേ. കണ്ടീഷൻ നമ്പർ 1, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിനുള്ള പ്രൊവിഷൻ വേണം. ഓക്കെ, ദെൻ നമ്പർ 2, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാസ് ബീൻ പാസ്ഡ് അറ്റ് ദി ജനറൽ മീറ്റിംഗ് ഓതറൈസിങ് ബൈബാക്ക് അംഗീകരിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലേ 2/3 മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ദെൻ provided that nothing contained in the clause shall apply to the cases where the buyback is 10% of paid up capital and free reserves of the company. 10% കുറവാണെങ്കിൽ ഇമെയിൽ പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ അല്ല. അപ്പോൾ എന്തായിരിക്കും പിന്നെ അപ്ലിക്കബിൾ? അങ്ങനെയുള്ള കേസിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ ബോഡിയിൽ പാസ് ചെയ്യണമെന്നില്ല, പരന്ത് ചെയ്താൽ മതി. ഇൻ ദാറ്റ് കേസ് കമ്പനി ഈസ് റിക്വയർഡ് ടു take a resolution in the board meeting, a special resolution in the board meeting. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിലുള്ള റെസൊല്യൂഷൻ കൊണ്ട് തന്നെ ബൈബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10% കൂടുതലായിട്ട് ബൈബാക്ക് ചെയ്യും. അതിനൊരു ക്യാപ്പ് ഉണ്ട്, പരമാവധി എത്രയേ പറ്റൂ, 25% വരെ ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 10% വരെയാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മതി. 10% കൂടുതലാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ജനറൽ മീറ്റിങ്ങിലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ്. ഓക്കെ, then buyback for less than 25% of the total paid up capital and free reserves of the company. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിൽ ഒരു സമയം എത്രയേ പാടുള്ളൂ, പരമാവധി 25% പാടുള്ളൂ. ഓക്കെ, then the ratio of debt and equity of the company is not more than twice of the capital and its free reserves after such buyback. ബൈബാക്ക് ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുക, ബൈബാക്ക് കഴിഞ്ഞിട്ട് ഓക്കെ പോസ്റ്റ് ബൈബാക്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയിൽ കൂടാൻ പാടില്ല, 2:1 കൂടാൻ പാടില്ല. ഇപ്പോൾ ഇക്വിറ്റി ആൻഡ് ഫ്രീ റിസർവ്സിൻ്റെ ട്വൈസ്, അതിനേക്കാളും കൂടുതലായിട്ട് ഡെപ്റ്റ് വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ബൈബാക്ക് ചെയ്യാൻ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വരുന്ന തരത്തിൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അതാണ് വേറൊരു കണ്ടീഷൻ. ഓക്കെ, ദെൻ all the shares or other specified securities of buyback are of fully paid up. അല്ലേ, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്താക്കി മാറ്റണം, ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റണം. എന്നിട്ടേ എന്ത് ചെയ്യാൻ പറ്റൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെയർസിന് എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ബൈബാക്ക് ഇല്ല, ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിരിക്കണം ബൈബാക്ക് ചെയ്യേണ്ടത്. ദെൻ so if the shares the buyback of shares or other specified securities listed in any recognized stock exchanges in accordance with the regulations made under the SEBI in this behalf. അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താ ലിസ്റ്റഡ് കമ്പനി, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ബൈബാക്ക് ചെയ്യുമ്പോൾ സെബി കൊണ്ടുവന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം ബൈബാക്ക് ചെയ്യാൻ. ഓക്കെ, the buyback in respect of shares of other specified securities other than those specified in clause F, okay, ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികളാണ് വരുമ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ഗൈഡ് ലൈൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് മറ്റുള്ള കമ്പനികൾക്ക് ചെയ്യാം. ദെൻ the buyback is made out of free reserves or securities premium or out of proceeds of the fresh issue of shares or other fresh issue of shares of other specified securities. അപ്പോൾ ബൈബാക്ക് ചെയ്യാനുള്ള സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഫ്രീ റിസർവ്സ് ആവാം, സെക്യൂരിറ്റീസ് പ്രീമിയം ആവാം, ദെൻ അഗെയിൻ ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ദി ഫ്രഷ് ഇഷ്യൂ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. എന്താണ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്? പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ, ഓക്കെ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിൽ തന്നെ അതർ ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരിക. ദെൻ the buyback is completed within 12 months of passing the
റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ പാസ് ചെയ്ത് 12 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ബൈബാക്കിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ബിഫോർ മേക്കിംഗ് ബൈബാക്ക്, then the listed company has to file to the registrar of a company and SEBI a declaration of solvency in the prescribed form. Okay, listed ആയിട്ടുള്ള കമ്പനികൾ ബൈബാക്ക് ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനിക്കും സെബിക്കും ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, കമ്പനിയുടെ പൊസിഷൻ അല്ലെങ്കിൽ സോൾവൻസി പൊസിഷൻ ഗുഡ് ആണ്, ഫേവറബിൾ ആണ്, ഓക്കെ എന്ന് കാണിക്കുന്ന ഒരു നിശ്ചിത ഫോമാറ്റുള്ള സർട്ടിഫിക്കറ്റ്, ഓക്കെ, സോൾവൻസി ഡിക്ലറേഷൻ ഡയറക്ടേഴ്സ് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൈബാക്കിന് കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ചില പ്രൊവിഷൻസ്. ഓക്കെ, ഇതിന് പുറമെ തന്നെ ബൈബാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, അങ്ങനെ ബൈബാക്ക് ചെയ്തിട്ടുള്ള അതേ ക്ലാസ് ഓഫ് ഷെയർസ് വീണ്ടും ഒരു വർഷത്തെ പീരീഡിനുള്ളിൽ വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബൈബാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? സോ ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 year such shares bought back cannot be issued to the public again. ഓക്കെ, വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ ചില പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ബൈബാക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? അപ്പോൾ 68 സെക്ഷൻ 68 സബ്സെക്ഷൻ 5 തന്നെ പറയുന്നു, ഫ്രം ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു വാങ്ങിക്കാം. ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് തിരിച്ചു വാങ്ങിക്കാം. ഓർ ബൈ പർച്ചേസിങ് ദി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓഫ് ദി കമ്പനി pursuant to a scheme of stock option, ESOPOs, സ്വെറ്റ് ഇക്വിറ്റി സ്കീമോ ഒക്കെ വഴി എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന, ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിന് എന്ത് ചെയ്യാം? തിരിച്ചു വാങ്ങിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് തിരിച്ചു വാങ്ങിക്കാനുള്ള മാർഗങ്ങൾ. സെക്ഷൻ 70 നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? സെക്ഷൻ 70 സ്റ്റേറ്റ്സ് ദാറ്റ് നോ കമ്പനി ഷാൽ purchase its own shares or other specified securities through any subsidiary company, including own subsidiary company. ഇങ്ങനെ ബൈബാക്ക് ചെയ്യുമ്പോൾ, ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ അധികാരപ്പെടുത്തിക്കൊണ്ട്, അല്ലേ, ഒരു സബ്സിഡറി കമ്പനി ഉപയോഗിച്ചിട്ട് ബൈബാക്ക് ചെയ്യാൻ പാടില്ല, അല്ലേ? ഒരു സബ്സിഡറി കമ്പനി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഷെയർസ് മുഴുവൻ അവർ വാങ്ങിച്ചതായിട്ട് കാണിച്ചു, അല്ലേ? അപ്പോൾ അവിടുത്തെ ഷെയർ ആയിട്ട് മാറി. അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഷെയർസ് ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലേ? കാരണം അത് ഹോൾഡിംഗ് കമ്പനി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെസ്ട്രിക്ഷൻ പറയണം. ഓക്കെ, സോ കമ്പനികൾക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ നോ കമ്പനി ഷാൽ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ്, അല്ലേ? എങ്ങനെയാണെങ്കിൽ ത്രൂ എനി സബ്സിഡറി കമ്പനി, ഓക്കെ, കമ്പനിയുടെ തന്നെ സബ്സിഡറിയെ ഉപയോഗിച്ചിട്ട് ബൈബാക്ക് ചെയ്യാൻ പാടില്ല. ദെൻ ത്രൂ എനി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളെ ഉപയോഗിച്ചും ബൈബാക്ക് ചെയ്യാൻ പാടില്ല. ദെൻ if any default, the company, the repayment of deposits or interest payable thereon, redemption of debenture or preference shares or payment of dividend if any to the shareholders, repayment of any term loan, interest payable thereon, any financial institution or bank is subsisting. അതുപോലെ ബൈബാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനികൾ എന്ത് ചെയ്യണം? അവരുടെ ഡ്യൂസ് മുഴുവൻ, ഡീഫാൾട്ട് മുഴുവൻ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്തിരിക്കണം. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിന് പെർമിഷൻ കിട്ടില്ല. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കമ്പനിക്ക് ഏതെങ്കിലും ഡീഫാൾട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റീപേയ്മെൻറ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ്, ഓക്കെ, ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുള്ളൊരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് സെറ്റിൽ ചെയ്യാതെ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 69, where a company purchases its own share out of free reserves or securities premium, then the company is required to transfer a sum equal to the nominal value of shares so bought back to a separate account called capital redemption reserve, CRR. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ്. ഇപ്പോൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 69 ഇങ്ങനെ പറയുന്നു. എന്താ പറയണത്? ഒരു കമ്പനി ബൈബാക്ക് ചെയ്യുമ്പോൾ, ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റി പ്രീമിയമോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെ ഇത് ഉപയോഗിച്ച്, എന്തൊക്കെ ഉപയോഗിച്ച്? ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിച്ച് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ, ഷെയർ ക്യാപിറ്റലിൻ്റെ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ സോ ബോട്ട് ബാക്ക്, അതിനെന്ത് ചെയ്യണം? ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു CRR, അല്ലേ?
പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഫ്രീ റിസർവ്സ് ഉപയോഗിച്ചിട്ടാണ്, പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ CRR ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെയും അല്ലേ ഇക്വിറ്റി ഷെയർ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആരുടെ ഇൻട്രസ്റ്റിനെ അത് ബാധിക്കാൻ പാടില്ല, ഔട്ട്സൈഡേഴ്സിൻ്റെ, ലെൻഡേഴ്സിൻ്റെ അല്ലേ ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് ആക്ടിൽ തന്നെ പ്രൊവിഷൻ വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, CRR ഷുഡ് ബി ക്രിയേറ്റഡ് equivalent to the nominal value of equity shares or equity share capital bought back by using free reserves and securities premium. Okay, so this is the provision. അപ്പോൾ ഇവിടെ CRR ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഫ്രീ റിസർവ്സ് ആയിട്ട് അറിയപ്പെടുക. സോ ബാലൻസ് ഓഫ് ദി സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അല്ലേ, then realized capital profits arising of the sale of fixed assets. അൺറിയലൈസ്ഡ് ആണെങ്കിലോ പറ്റില്ല. ക്ലിയർ. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ് വിൽക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുകയും അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന പ്രൊസീഡ്സ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഫ്രീ റിസർവ്സ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ ബാലൻസ് ഇൻ ദി ജനറൽ റിസർവ് അക്കൗണ്ട് ആൻഡ് സർപ്ലസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജനറൽ റിസർവിൻ്റെയും ബാലൻസ്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഓർ ഫ്ലക്ച്വേഷൻ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവോ ഡിവിഡൻഡ് ഫ്ലക്ച്വേഷൻ റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പർപ്പസിന്, ബൈബാക്കിൻ്റെ പർപ്പസിന് അതൊരു ഫ്രീ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റഡ് അണ്ടർ സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട്. ക്ലിയർ. സോ CRR ക്രിയേറ്റഡ് അണ്ടർ സെക്ഷൻ 55 അല്ലേ, പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ സമയത്ത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രീ റിസർവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ബൈബാക്കിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്, CRR നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ. സോ ആസ് ഫാർ ആസ് പോസിബിൾ ദ എൻറ്റയർ ഫ്രീ റിസർവ് ഷുഡ് നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. Then the net amount of the reserves which can be utilized for the purpose of buyback to be calculated after making adjustment of the following. അപ്പോൾ ഇങ്ങനെ റിസർവ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിരിക്കണം. ഒന്ന്, അൺഅമോർട്ടൈസ്ഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പോർഷൻ മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, അതല്ലാതെ മുഴുവൻ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ദെൻ അൺഅമോർട്ടൈസ്ഡ് മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് റിസർവിൽ വേണം. ദെൻ കണ്ടീഷൻ ലയബിലിറ്റി ഈസ് ലൈക്ലി ടു ബി മെച്ചുവർ. ഓക്കെ, ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് കണ്ടെത്തണം. ദെൻ പർച്ചേസ്ഡ് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് അവിടെ മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, എനി ഡിമിനിഷ് ഇൻ ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിൽ വന്നിരിക്കുന്ന കുറവ് അതിന് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എമൗണ്ട് മാറ്റി വെച്ചിരിക്കണം. എനി ഇമ്പയർമെൻറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇതെല്ലാം കിഴിച്ചിട്ട് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ റിസർവ്സിന് എടുക്കാൻ പാടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രൊപ്പോർഷനേറ്റ് ബൈബാക്ക്. എന്താണ് പ്രൊപ്പോർഷനേറ്റ് ബൈബാക്ക്? സോ ഇൻ ദ കേസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് tendered for buyback are more than the number of securities to be bought back, and the number of securities to be bought back from each member shall be determined in the formula. Clear? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ലേ, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്നൊക്കെ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കമ്പനി എന്ത് ചെയ്യണം, ബൈബാക്കിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ലക്ഷം ഷെയർ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പനി നോട്ടിഫിക്കേഷൻ കൊടുത്തു. ക്ലിയർ. പക്ഷേ ബൈബാക്കിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ലിക്കേഷൻ എന്താ, വളരെ കൂടുതലാണ്. ഓക്കെ, എന്താ കൂടുതൽ? ഫോർ എക്സാമ്പിൾ 8 ലക്ഷം ഷെയർസിൻ്റെ ഉള്ള ബൈബാക്ക് അപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 5 ലക്ഷം മാത്രം നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ 8 ലക്ഷത്തെ നമ്മൾ എന്താക്കി മാറ്റണം, ഓരോ ഷെയർ ഹോൾഡേഴ്സിനെയും ഓക്കെ എത്ര രൂപ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഷെയർസ് ബൈബാക്ക് ചെയ്യണമെന്ന് കാണാൻ വേണ്ടി പ്രപ്പോർഷനിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള പ്രപ്പോർഷൻ്റെ ഫോമുലയാണ് ഇവിടെ പറയുന്നത്. പ്രപ്പോർഷനേറ്റ് ബൈബാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ അക്സെപ്റ്റൻസ് ടെൻഡേർഡ് ബൈ ദ മെമ്പർ. ഒരു മെമ്പർ അയച്ചിരിക്കുന്ന അക്സെപ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ 200 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ബൈബാക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ 200 ഇൻറ്റു ഓക്കെ
നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയർസ് 5 ലക്ഷമാണ്. ആകെ കിട്ടിയിരിക്കുന്ന ഷെയർസ് 8 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ബോട്ട് ബാക്ക് ഈസ് 5 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ അക്സെപ്റ്റൻസ് ടെൻഡേർഡ് ഈക്വൽ ടു 8 lakh. അപ്പോൾ 200 ഇൻറ്റു 5 lakh ഡിവൈഡഡ് ബൈ 8 lakh. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് കിട്ടും. ഈ എമൗണ്ട് ആയിരിക്കണം ഒരു ഷെയർ ഹോൾഡർ, ആ ഷെയർ ഹോൾഡർക്ക് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഓരോ ഷെയർ ഹോൾഡറിനെ എടുത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്ന ബൈബാക്കിനെയാണ് എന്ത് പറയുന്നത്? പ്രൊപ്പോർഷനേറ്റ് ബൈബാക്ക്. ഓക്കെ, സോ ദിസ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ബൈബാക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് കൊണ്ട് എന്തൊക്കെയാണ് നേട്ടം? കുറച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? Companies having large amount of free reserves are free to use the funds to acquire shares and specified securities under the buyback process. Okay, buyback processലൂടെ വളരെ കൂടുതൽ റിസർവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പനികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നു. Then buyback of shares helps to company to reduce its share capital. ഷെയർ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാൻ കമ്പനികൾക്ക് പറ്റുന്നു. ഓക്കെ, ദെൻ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കുറച്ച് ഷെയർസിന്, ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ വെൽത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനിയുടെ നെറ്റ് വർത്തും അല്ലേ, ഏർണിങ്സ് പെർ ഷെയർ ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ് റിസൾട്ട് ഇൻ ലോവർ ക്യാപിറ്റൽ ബേസ്. ദെൻ എൻഹാൻസസ് പോസ്റ്റ് ബൈബാക്ക് ഏർണിങ്സ് പെർ ഷെയർ. ഇപ്പം പോസ്റ്റ് ബൈബാക്ക് EPS എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും അല്ലേ? അപ്പം എങ്ങനെ എൻഹാൻസ് ഇൻ ദി EPS. അതുപോലെ തന്നെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ഇതൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ദെൻ ആഫ്റ്റർ ബൈബാക്ക് ഓഫ് ഷെയർസ് the company will have an advantage of the servicing a reduced capital base with higher dividend yield. അല്ലേ, നേരത്തെ വളരെ കൂടുതൽ ഷെയർസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷെയർസ് ഒക്കെ ബോട്ട് ബാക്ക് ചെയ്തപ്പോൾ കുറച്ച് ഷെയർസ് ഉള്ളൂ. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്തായിരിക്കും? ഡിവിഡൻഡ് പെർ ഷെയർ ക്യാൻ ബി ഇൻക്രീസ്ഡ് അല്ലേ? അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ബെനിഫിറ്റ് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ buyback of shares is allowed under section 68 if liquid position of a company is good. അതുകൊണ്ട് കമ്പനികൾക്ക് ലിക്വിഡ് പൊസിഷൻസ് അല്ലേ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? ബൈബാക്ക് ചെയ്യാം. സോ കമ്പനീസ് വിച്ച് ഹാവ് ഡിഫോൾട്ടഡ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ടേം ലോൺസ് എക്സെട്ര are not allowed to buy back of shares. So it is a good ചെക്ക് ഫോർ ദ കമ്പനി. അപ്പോൾ കമ്പനിക്ക് ഇത് സ്വയമായിട്ടുള്ളൊരു ഇൻറ്റേർണൽ ചെക്കാണ് അല്ലേ? ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ ഓബ്ലിഗേഷൻസും അല്ലേ, അവരുടെ കറണ്ടായിട്ടുള്ള ലയബിലിറ്റീസ് അല്ലേ, കൊടുക്കാനുള്ള എമൗണ്ട് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? ഡ്യൂസ്, ഓവർ ഡ്യൂസ് ഒക്കെ തീർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഡ്യൂസ് ഒക്കെ തീർത്തിട്ടുള്ള ഒരു കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ കറക്റ്റാണോ നല്ലതാണെന്ന് തെളിയിക്കാനുള്ള ഒരു ഇൻറ്റേർണൽ ചെക്കിംഗ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു കമ്പനികൾക്ക്. ദെൻ ബൈബാക്ക് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലേ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ ഷെയർ വാല്യൂ ഒക്കെ വർദ്ധിക്കുന്നതിന് ഇത് ഇടയാക്കുന്നു. ദെൻ ബൈബാക്ക് ഗിവ്സ് എ സിഗ്നൽ ടു ദ മാർക്കറ്റ് ദാറ്റ് ഷെയർസ് ആർ അണ്ടർ വാല്യൂഡ് അല്ലേ. കമ്പനി വളരെ കൂടുതൽ വിലയ്ക്ക്, ഇപ്പോൾ 500 രൂപയ്ക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഷെയറിനെ കമ്പനി 550 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കമ്പനിയുടെ ഷെയർ ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ് അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ വില അതിന് ഉണ്ടാവണമായിരുന്നു എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാക്കാനും അതുവഴി ഷെയറിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ വർദ്ധിക്കാനും ഇടയാക്കും. ക്ലിയർ? ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ് ഹെൽപ്സ് ദ പ്രൊമോട്ടേഴ്സ് ടു ഫോർമുലേറ്റ് ദി എഫക്റ്റീവ് ഡിഫൻസ് സ്ട്രാറ്റജി അഗൻസ്റ്റ് ദി ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ടേക്ക് ഓവർ ബിഡൊക്കെ പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും ഷെയർസ് വാങ്ങിക്കൂട്ടി ഒരു ടേക്ക് ഓവർ ബിഡ് ഉണ്ടാക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ടേഴ്സിനെ ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഡ്രോബാക്ക്. സോ ദ ബൈബാക്ക് ഇംപ്ലൈസ് ദാറ്റ് അണ്ടർ വാല്യുവേഷൻ ഓഫ് കമ്പനി സ്റ്റോക്ക്. ചില കേസസിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു? കമ്പനിയുടെ സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷൻ ആണ് എന്നതിന് ഇംപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ദ കമ്പനീസ് ഫ്ലോ ബാക്ക് some of the outstanding shares, thereby creating shortage of shares in the market. Clear? കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കൂട്ടി അല്ലേ, കമ്പനി തന്നെ തിരിച്ച് വാങ്ങിച്ച് ഷെയർസിന് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ കമ്പനീസ് ഗോ ഫോർ അനൗൺസിങ് ബൈബാക്ക് വെൻ they cannot find anything better to യൂസ് ദ ക്യാഷ് ഓർ ഫണ്ട് അല്ലേ. ഒരു കമ്പനിക്ക് കയ്യിലുള്ള പൈസ ഉപയോഗിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ, പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ബൈബാക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ
അവന്യൂസ് ഒന്നും ഇല്ല, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ചിലപ്പോൾ റോങ് ആയിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ക്ലിയർ? സോ അതും ഒരു ഡ്രോബാക്ക് ആണ്. ദെൻ വെൽ ടൈംഡ് ബൈബാക്ക് ഓഫ് ഷെയർസ് ഈസ് എ ക്ലിയർ വേ ഓഫ് മാനേജേഴ്സ് ടു ഇൻവെസ്റ്റ് ചീപ്ലി, അല്ലേ? അതുപോലെ തന്നെയാണ് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നു, അല്ലേ? എന്താണത്? ബൈബാക്കിനെ സമയത്ത് നമുക്കറിയാം ഷെയറിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരും. അപ്പോൾ മാനേജേഴ്സ് നേരത്തെ മുൻകൂട്ടി തന്നെ കമ്പനിയുടെ ബൈബാക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് അവരുടെ ഷെയർസ്, അല്ലേ, കമ്പനിയുടെ ഷെയർസ്, അവരുടെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ, കുറഞ്ഞ വിലയ്ക്ക് വർദ്ധിപ്പിക്കാനും, പിന്നെയോ ബൈബാക്ക് കഴിഞ്ഞ് ഷെയറിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അത് വിറ്റഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടത് മാറാം, അല്ലേ? മിസ് യൂട്ടിലൈസേഷൻ ബൈ മാനേജേഴ്സ്, അത് ഒരു സാധ്യതയുണ്ട്. ദെൻ തിയററ്റിക്കലി buyback of shares should make no difference to the shareholders. So whether the company returns cash from the increased dividends or by way of repurchase, okay, however, buyback have an impact on the underlying forces in which investor behavior is based. Okay, അപ്പോൾ തിയററ്റിക്കലി രണ്ട് ബൈബാക്ക് ചെയ്താലും, അല്ലേ, ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് ഷെയർസ് തിരിച്ചു വാങ്ങിക്കുന്നു. ഇപ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്താണ്? അവരുടെ ഫണ്ട് തന്നെയാണ് കമ്പനി റിമെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ CRR ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്ത് മാറുന്നില്ല? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ വ്യത്യാസം വരുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ തിയററ്റിക്കലി സ്പീക്കിംഗ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ബൈബാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക്. അപ്പോൾ ഇതൊക്കെ ചില ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ദെൻ measures of buyback by corporate entities at the cost of innocent investors. Okay, അപ്പോൾ അതിനൊരു പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സാണ് പറയുന്നത്. സോ ദ ബൈബാക്ക് ഓഫ് ഷെയർസ് മേ ബി മിസ്യൂസ്ഡ് ബൈ ദ കമ്പനീസ് ഓർ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്നസെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺ, അല്ലേ? ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാത്ത, അല്ലേ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്നസെൻസിനെ ഓക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിൽ ബൈബാക്കിൻ്റെ പ്രോസസ്സ് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇൻസൈഡർ ട്രേഡിങ്ങോ അത് എന്തിനു പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻസൈഡർ ട്രേഡിങ്. ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനൊക്കെ ഷെയർസ് വാങ്ങിക്കൂട്ടാൻ, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു ഇൻസൈഡർ ട്രേഡിങ് പ്രാക്ടീസസ് ആയിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബൈബാക്ക് മേ ബി ലീഡ് ടു ആർട്ടിഫിഷ്യൽ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റോക്ക് പ്രൈസസ്. ബൈബാക്കിലൂടെ എന്താ ചെയ്യുന്നത്? ശരിക്കുള്ള മാർക്കറ്റ് പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിനെ തെറ്റായുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇടയാക്കിയെന്ന് വരാം. ഓക്കെ, അതുപോലെ തന്നെ ദ പൊസിഷൻ ഓഫ് ദി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് വീക്കൻ. ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്നതോടുകൂടി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള, അല്ലേ, മൈനോറിറ്റി ഷെയർ ഹോൾഡിങ്, കുറച്ച് മാത്രം ഷെയർസ് ഉള്ള ആൾക്കാരെ എന്താ പറയുക? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ? മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? കൺട്രോളിങ് ഇൻട്രസ്റ്റും മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ പറയാറുണ്ട്. ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവും, സബ്സിഡറി കമ്പനി ഉണ്ടാവും, അല്ലേ? ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു സബ്സിഡറി കമ്പനിയിൽ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവും. അതിന് നമ്മൾ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം, കൺട്രോളിങ് പോർഷൻ എന്ന് പറയാം. മൈനോറിറ്റി പോർഷൻ എന്താ? അതല്ലാതെ വരുന്ന ചെറിയ ഇൻവെസ്റ്റേഴ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് ചെയ്യുമ്പോൾ അവരുടെ പൊസിഷൻ എന്താവുകയാണ്? വീക്ക് ആവുകയാണ് ചെയ്യുക, കുറച്ചുകൂടെ വീക്കായിട്ട് മാറും. ക്ലിയർ? അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ കൺട്രോളിങ് പോർഷൻ, നോൺ കൺട്രോളിങ് പോർഷൻ അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പിന്നീട് ഇതിൻ്റെ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ചാപ്റ്റർ നമുക്കുണ്ട്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദി സം ഓഫ് ദി തിയററ്റിക്കൽ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ബൈബാക്ക് ഓഫ് ഷെയർസ്. ഓക്കെ, അക്കൗണ്ടിങ് എൻട്രീസ് ആണ് ഇതിനടുത്ത് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.